ഇന്ന് നമുക്ക് ഫ്രൈയിങ് പാനിൽ ഒരു അടിപൊളി തന്തൂരി ചിക്കൻ റെഡിയാക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്തൂരി ചിക്കൻ ഫ്രൈയിങ് പാനിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു മസാല റെഡിയാക്കണം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടീസ്പൂൺ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും അത്ര തന്നെ ഇഞ്ചി ചതച്ചതും കൂടിയാണ്. ഇതിനോട് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാസ്റ്റർ ഷെഫിൻ്റെ തന്തൂരി മസാല പൗഡറാണ്. തന്തൂരി മസാല പൗഡർ കയ്യിലുള്ളവർക്ക് അതെടുക്കാം, അല്ലെങ്കിൽ ഇതിലെ ചേരുവകൾ ഞാൻ വായിച്ചു തരാം. ഇതെല്ലാം പൊടിച്ചിട്ടൊന്ന് തയ്യാറാക്കി എടുത്താലും മതി. മല്ലി, റെഡ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, ചെറിയ ജീരകം, ഉലുവ, ഏലക്കായ, ചുക്ക്, കടുക്, ഗ്രാമ്പു, ഏലക്കാത്തൊലി, ഇത്രയെല്ലാം ഇതിൻ്റെ ചേരുവകളെ. ഇതിൽ നിന്നൊരു 2.5 ടീസ്പൂൺ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കാം. ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേ. ഇനി നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല പുരട്ടിയെടുക്കാം. എല്ലാ പീസുമ്പോഴും ഞാൻ മസാല നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കളർ കുറവുള്ള പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇതിലോട്ടിട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം മിനിമം ഒരു 1/2 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എത്ര സമയം കൂടുതൽ വെക്കുന്നു അത്രയ്ക്കും നല്ലതാണ്. അപ്പം മസാല എല്ലാം നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടിക്കോളും. ചിക്കനും നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച ശേഷമാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് അല്പം മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിനോട് കൂടി ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ മാത്രം ഇട്ട് കൊടുത്താൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന ശേഷം ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഹൈയിലാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് 2 ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഭാഗത്തും നമ്മൾ ഗ്രില്ല് ചെയ്ത പോലത്തെ സ്ട്രക്ചർ വന്നോളും. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് വലിയ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് ഓയിലല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി കിട്ടില്ല. കണ്ടില്ലേ, ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രില്ല് ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി മറുഭാഗവും ഇതുപോലെ ഒന്ന് ചെയ്ത് കിട്ടിയ ശേഷം നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് മാറ്റാം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചൊരു 20-25 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് വെന്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. എനിക്ക് പപ്പടക്കോലോ സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിക്കാം. നല്ല സ്മൂത്തായിട്ട് എല്ലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതല്ലാതെ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ലേ, കുറച്ചുകൂടി വേവാനുണ്ട്. എന്തായാലും ഇതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്